ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 കർദിനാൾമാരുടെ സ്ഥാനാരോഹണ ചടങ്ങിനാണ് വത്തിക്കാൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഈ ദൈവിക നിയോഗത്തിന് സാക്ഷികളാകുന്നതിനും നവകർദിനാളിന് ആശംസകൾ അർപ്പിക്കുന്നതിനുമായി നിരവധി മലയാളികളായ വിശ്വാസികളും ഭാരതത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്ര സർക്കാർ പ്രതിനിധികളും വത്തിക്കാനിലെത്തിയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്ഥാനാരോഹണത്തെ വിശേഷിപ്പിച്ചത് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് ജോയ് ആൻഡ് പ്രൈഡ് ഫോർ ഇന്ത്യ എന്നായിരുന്നു. ഇത്രയേറെ പ്രാധാന്യത്തോടെ ഇന്ത്യ നോക്കിക്കണ്ട ഒരു പദവി ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. കാരണം ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമാണ് ഒരു വൈദികന് നേരിട്ട് ലഭിച്ച കർദിനാൾ പദവി. എന്താണ് കർദിനാൾ സ്ഥാനം? ഈ പദവിയിലെത്തുന്നവരുടെ ദൗത്യം എന്താണ് എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ദിവസങ്ങളിൽ പലരും ഉന്നയിച്ചു. കത്തോലിക്ക സഭയിൽ കർദിനാൾമാരുടെ സ്ഥാനവും പദവിയും ദൗത്യവുമെല്ലാം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പൗരസ്ത്യ കാനോന സംഹിതയിൽ പരാമർശമില്ലാത്തതും എന്നാൽ ലത്തീൻ സഭയുടെ ക്യാനൻ നിയമത്തിൽ 349 മുതൽ 359 വരെയുള്ള ക്യാനോനകളിൽ വിശദമായ നിയമം ഉൾക്കൊള്ളുന്നതുമായ കർദിനാൾ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം കോൺക്ലേവിൽ പങ്കെടുത്ത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ്. എങ്കിലും സാർവത്രിക സഭയെ ഭരിക്കാനും നയിക്കാനുമുള്ള മാർപ്പാപ്പയുടെ ദൗത്യത്തിൽ അദ്ദേഹത്തോട് ഏറ്റവും അധികം സഹകരിക്കുന്നവരാണ് കർദിനാൾമാർ. പദവിയിൽ മാർപ്പാപ്പയ്ക്ക് തൊട്ടടുത്ത സ്ഥാനം അലങ്കരിക്കുന്നവർ. മാർപ്പാപ്പയാൽ തെരഞ്ഞെടുക്കപ്പെട്ട് കൺസിസ്റ്ററിയിൽ വെച്ച് മാർപ്പാപ്പയാൽ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഇവർ മരണം വരെ കർദിനാൾ സംഘത്തിന്റെ അംഗങ്ങളായിരിക്കും. എങ്കിലും അതിൽ 80 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കോൺക്ലേവിൽ വോട്ടവകാശം ഉണ്ടായിരിക്കുകയില്ല. കർദിനാൾ എന്ന വാക്കിന്റെ ഉത്ഭവം കാർഡോ എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ്. കാർഡോ എന്നാൽ ലത്തീൻ ഭാഷയിൽ വിജാഗിരി എന്നാണ് അർത്ഥം. ഒരു വാതിലിന് വിജാഗിരി എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതുപോലെ ആളുകളുടെ വാതിലായ ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയുടെ സഭയെ ഭരിക്കുന്ന ശുശ്രൂഷയിൽ വളരെ പ്രധാനമായ ഒരു ദൗത്യം നിർവഹിക്കുന്നവരാണ് കർദിനാൾമാർ. കത്തോലിക്ക സഭയുടെ ഹയറാർക്കിയിൽ 2ാം സ്ഥാനത്ത് കാണപ്പെടുന്ന കർദിനാൾമാർ മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലം മുതലെങ്കിലും പ്രസ്തുത പേരിലും ഔന്നത്യത്തിലും അറിയപ്പെടുകയും മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുക തുടങ്ങി കത്തോലിക്ക സഭയുടെ റോമിലെ ഭരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. ഇന്നും റോമൻ കൂരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വത്തിക്കാനിലെ മാർപ്പാപ്പയെ സാർവത്രിക സഭയുടെ ഭരണത്തിൽ സഹായിക്കുന്ന ഡിക്കാസ്റ്ററുകളിൽ മിക്കതിന്റെയും തലപ്പത്തുള്ളവർ കർദിനാൾമാർ തന്നെ. അങ്ങനെ മാർപ്പാപ്പമാരെ ഭരണത്തിൽ സഹായിച്ചു പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ടുമുള്ള കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കർദിനാൾ സ്ഥാനം. പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കർദിനാൾ പദവി എന്നാൽ മെത്രാൻ പട്ടത്തിന് മുകളിലുള്ള മറ്റൊരു പട്ടമല്ല. കത്തോലിക്ക സഭയിലെ പട്ടങ്ങൾ ഡീക്കൻ പട്ടം, പുരോഹിത പട്ടം, മെത്രാൻ പട്ടം എന്നിങ്ങനെ 3 മാത്രം. എന്നാൽ കർദിനാൾമാർ 3 ഗണമായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. അവ കർദിനാൾ മെത്രാൻ, പുരോഹിത കർദിനാൾ, ഡീക്കൻ കർദിനാൾ എന്നിവയാണ്. പൗരസ്ത്യ സഭയുടെ ഒരു പുതിയ പാത്രിയാർക്കീസിനെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ മാർപ്പാപ്പ അദ്ദേഹത്തെ നേരിട്ട് കർദിനാൾ മെത്രാൻ സ്ഥാനത്തേക്കാണ് ഉയർത്തുക. കത്തോലിക്ക സഭയിലെ ഒരു വൈദികനെങ്കിലും ആയിട്ടുള്ള ഏതൊരു വ്യക്തിയെയും മാർപ്പാപ്പയ്ക്ക് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്താമെന്നും എന്നാൽ മെത്രാൻ പട്ടം സ്വീകരിക്കാത്തവരെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് മുൻപായി അവർക്ക് മെത്രാൻ പട്ടം കൊടുക്കേണ്ടതാണ് എന്നും ലത്തീൻ സഭയുടെ ക്യാനോൻ നിയമത്തിൽ 351 ക്യാനോനയുടെ 1ാം അനുച്ഛേദം വ്യക്തമാക്കുന്നു. സാധാരണഗതിയിൽ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നവർ ഡീക്കൻ കർദിനാൾ ഗണത്തിലേക്കാണ് നിയമിക്കപ്പെടുക. എന്നിരുന്നാലും നേരിട്ട് പുരോഹിത കർദിനാൾ സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ നിയമിക്കുന്നതും അസാധാരണമല്ല. പദവി കൊണ്ട് കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയ്ക്ക് തൊട്ട് താഴെയാണ് കർദിനാൾമാർ വരിക. എന്നിരുന്നാലും അവരെ ഏത് ദൗത്യമാണ് മാർപ്പാപ്പ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ അധികാരം. കർദിനാൾ മെത്രാൻ പട്ടം സ്വീകരിക്കണമെന്ന് നൈയാമികമായി നിഷ്കർഷിച്ചിട്ടില്ലെങ്കിലും സാധാരണഗതിയിൽ മെത്രാൻ പട്ടം സ്വീകരിച്ചവരാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുക. ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു വൈദികനെ മാർപ്പാപ്പ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. വൈദികരെ കർദിനാൾമാരായി ഉയർത്തുന്നതിനായി നിശ്ചയിക്കുമ്പോൾ സാമാന്യഗതിയിൽ പ്രസ്തുത കൺസിസ്റ്ററിക്ക് മുമ്പായി അവർക്ക് മെത്രാൻ പട്ടം നൽകും. ഇന്ത്യയിൽ നിന്നുള്ള കർദിനാൾമാർ ജോർജ് കൂവക്കാട്ട് അതിനനുസരിച്ച് നവംബർ 24-ന് ചങ്ങനാശ്ശേരിയിൽ വെച്ച് മെത്രാൻ പട്ടം സ്വീകരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്തവണ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയവരിൽ 44 വയസ്സ് മുതൽ 99 വയസ്സ് വരെയുള്ളവരുണ്ട്. തങ്ങളുടെ പ്രശംസനീയമായ സഭാ സേവനങ്ങളെയോ ദൈവശാസ്ത്ര സംഭാവനകളെയോ പരിഗണിച്ച് 80-ന് മുകളിൽ പ്രായമായ വൈദികരെ മാർപ്പാപ്പ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അവർ മെത്രാൻ പട്ടം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് മാർപ്പാപ്പമാർ ഒഴിവ് കൊടുക്കാറുമുണ്ട്. അങ്ങനെ മെത്രാൻ പട്ടത്തിൽ നിന്ന് ഒഴിവ് വാങ്ങി വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയിൽ നിന്ന് 2001 ജനുവരി 21-ൽ കർദിനാൾ പദവി സ്വീകരിച്ച വ്യക്തിയാണ് ആവി ഡള്ളസ്. അദ്ദേഹം പ്രശസ്ത അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനും അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ജോൺ ഫോസ്റ്റർ ഡേവിസിന്റെ പുത്രനുമായിരുന്നു. 1977-ൽ
മാരിയോ ലൂയിജി ചാപ്പി എന്ന ഡൊമിനിക്കൻ സന്യാസ വൈദികനെ മാർപ്പാപ്പ കർദിനാളായി ഉയർത്തിയെങ്കിലും കൺസിസ്റ്ററിക്ക് മുമ്പായി 1977 ജൂൺ 10 അദ്ദേഹം മെത്രാൻ പട്ടം സ്വീകരിച്ചു. 1945 ഓഗസ്റ്റ് 22 ലണ്ടനിൽ ജനിച്ച ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിന്റെ മുൻ ജനറൽ ആയിരുന്ന തിമോത്തി പീറ്റർ ജോസഫ് റാഡ്ക്ലിഫ് ഇത്തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയ വൈദികരിൽ ഒരാളാണ്. ചെക്കോസ്ലോവാക്യൻ ജെസ്യൂട്ട് വൈദികനായിരുന്ന തോമസ് പിഡ്ലിക്കിനെ 2003 മാർപ്പാപ്പ കർദിനാളായി ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 83 ആയിരുന്നു. അദ്ദേഹം മെത്രാൻ പട്ടം സ്വീകരിച്ചില്ല. റവറന്റ് ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ CMA യുടെ കുറിപ്പാണ് എന്നെ ഈ വിവരണം നൽകാൻ സഹായിച്ചത്. ദൈവത്തിന് സ്തുതി.